അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു സെൻഹാസ് മാജിക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വീഡിയോ എൻ്റെ ചെറിയൊരു ഗാർഡൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. അപ്പോൾ അതിൽ എല്ലാ ചെടികളൊന്നും നമ്മൾ വെച്ചിട്ടില്ല, കുറച്ച് ചെടികൾ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ കുറേ ചെടികളുണ്ട്. ഞാൻ കുറച്ച് ചെടികൾ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇത് 10 മണിയാണ്, 10 മണി നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വേറൊരു ചെടി, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നമ്മളിത് വളർത്തിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് നല്ല പൂ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിൽ ഉണ്ടാവാറ് ഇത് വേറൊരു കൊമ്പാണ്. ഇത് യെല്ലോ കളർ ഉണ്ടാവും, ഇതിൽ പിങ്ക്, രണ്ട് വേറെ വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ പൂ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കോളാമ്പി ചെടിയാണ്. അപ്പോൾ ഇതിൽ യെല്ലോ കളർ പൂവാണ് ഉണ്ടാവാറ്. ഇല്ല, അപ്പോൾ ഇതിൻ്റെ കുപ്പിയൊക്കെ കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ട്, ഡിസൈനാണ്. അപ്പോൾ ഇത് നമ്മൾ വേണ്ടാത്ത കുപ്പിയില്ല, നമ്മളെ വീട്ടിലൊക്കെ വേണ്ടാതെ ഉപയോഗിക്കാതെ ഇടുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല മോഡൽ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാക്കണ്ട ഇതുപോലെയല്ല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് നമ്മൾ നല്ല പോലെ പെയിൻറ്റൊക്കെ ചെയ്താൽ നല്ല രസമുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കുറച്ച് കുപ്പിക്കൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ഇതിനും നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത ടൈം കിട്ടാത്തതുകൊണ്ട്. ഇത് നമ്മൾ പുറത്ത് വെക്കുന്ന ചെടിയല്ല, അകത്ത് വെക്കുന്ന ചെടി. ഇതിൽ വേര് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. അതിൽ വേരൊക്കെ ഉണ്ട് നല്ലപോലെ. ഇത് അകത്ത് വെക്കുന്ന ചെടിയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് പുറത്തെടുത്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത് അകത്താണ് നമ്മൾ വെക്കുന്നത്. നല്ല പോലെ വളരുന്നൊക്കെ ഉണ്ട്. ഇതിലാകെ പൂയി മാത്രമേ ഉള്ളൂ, മണ്ണല്ല, പൂയാണ്. അപ്പോൾ ഇതിൽ മണ്ണാണ്, നിങ്ങൾ കാണുന്നുണ്ടോ, ഇതിൽ മണ്ണാണ്, ബാക്കിയെല്ലാത്തിലും പൂയാണ്. ചെടി നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇത് 10 മണിയാണ്. ഇത് അതേപോലെ തന്നെയാണ്. ഇതിൽ യെല്ലോ കളർ പൂവാണ് ഉണ്ടാവാറ്. ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് 10 മണിക്കാണേ വിരിയുക. അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തുനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എവിടെ കൊണ്ടുവന്ന് കണ്ടോ, ചെറിയ പൂക്കളായിട്ട് ഞാൻ ഇതിൽ കുഴിച്ചിട്ടുന്നേ ഉള്ളൂ. ഇതിൻ്റെ കുപ്പി കണ്ടോ, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് ഇതിട്ടില്ല, കണ്ടോ, കാണുന്നുണ്ട്. അപ്പം ഇത് വേറൊരു ചെടിയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അത് ചെടി തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഇതിൽ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ കപ്പൊക്കെ ഉണ്ടാവില്ല, നമ്മളെ വീട്ടിൽ കപ്പൊക്കെ പോയ കപ്പൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കണ്ടോ. ഇതിൻ്റെ പിടി പൊട്ടിയിട്ടാണ് ഞാനിൽ വെച്ചത്. കണ്ടോ, ഇതിൽ നിറയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെച്ച ഈ ചെടി നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും. എനിക്ക് പുറത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്നുണ്ടായിട്ടില്ല. ഇത് വേറെ ചെടി. ഇത് ഞാനിത് മുല്ലപ്പൂ ഉണ്ടാകുന്ന ചെടിയാണ്, മുല്ല പോലത്തെ. കണ്ടോ, ഇതിൽ വെള്ളമാണ്, മണ്ണോ പൂയോ ഒന്നുമല്ല, ഇതിൽ വെള്ളം. എന്നിട്ടിങ്ങനെ അപ്പം കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇത് പൂവൊക്കെ വിരിയുന്നുണ്ട്, ഉണ്ടല്ലോ, പൂ വിരിയുന്നത് 2 ആഴ്ച നിൽക്കും ഇത്. അപ്പോൾ ഇത് വേറൊരു ചെടിയാണ്. ഇതിൻ്റെ തണ്ട് കണ്ടോ, ഒരു കാണുന്നുണ്ടോയെന്ന് എനിക്കില്ല. ഇതാ ഒരു വയലറ്റ് കളറിലാണ് ഇല, കണ്ടോ, ഇല ഗ്രീനിലാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിലും വെറും പൂവ് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ വേരൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. വൈറ്റ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ വേര് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ചെടിയാണ്. ഇത് 11 മണിക്ക് ഇപ്പോഴൊരു 7 മണി മുതൽ 11 മണി വരെ. 7 മണിക്ക് വിരിഞ്ഞാൽ 11 മണി വരെ. ഇതിപ്പോൾ 11 മണി കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ അനിയത്തി പറിച്ചതാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. 11 മണി കഴിഞ്ഞുകൊണ്ടത് മൂടി. ഇത് കണ്ടോ, ഇത് നേരത്തെ കാണിച്ചു തന്നത് തന്നെ. ഇതിൻ്റെ ഇല കണ്ടല്ലോ നിങ്ങൾ, ഇല അപ്പം പോലെ ഉണ്ട് ഇല കാണാൻ. ഇതിൻ്റെ പേര് തന്നെ അപ്പച്ചെടി എന്നാണ്. അപ്പത്തിൻ്റെ ഇല പോലെ ആയതുകൊണ്ട് ഇതിൽ ഫ്ലവർ ജനുവരിയിൽ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ജനുവരിയിൽ ഉണ്ടായത് തന്നെ ജനുവരി ലാസ്റ്റ് കുറേ നീങ്ങുമ്പോൾ ഇതൊരു മേലോട്ടേക്കൊരു തണ്ട് വരും. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ റെഡ് കളറിൽ ഉണ്ടാവും. ഗ്ലാസ് കണ്ടു,
വീഡിയോ ഇത്ര തന്നെയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഒരു സോങ് ഉണ്ട്, എൻ്റെ അനിയത്തി പാടുന്നതാണ്. അപ്പോൾ ഒന്ന് കേട്ടോക്കിയാലോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കു പോന്നു ഞാൻ. വിളക്കുമരമേ, വിളക്കുമരമേ, കയ്യിൽ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. അമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. ഇവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കു പോന്നു ഞാൻ. വിളക്കുമരമേ, വിളക്കുമരമേ, കയ്യിൽ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. താങ്ക്സ്. ഇവിടെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.